ഹായ് ഓൾ, ഓക്കെ, വെൽക്കം അനദർ വീഡിയോ. നമ്മുടെ മാർജിനൽ കോസ്റ്റിങ്ങിൽ നെക്സ്റ്റ് നമ്മളൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. അതായത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ട്രാൻസാക്ഷൻസ് ഇവിടെ നമ്മൾ ഡീൽ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ വായിച്ച് നോക്കി നമുക്ക് നല്ല രീതിയിൽ അതിനൊന്ന് പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഗുഡ്. അപ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കാം, ഇവർ പറഞ്ഞ കാര്യങ്ങൾ 1 by 1 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം, ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതോടുകൂടി ഒരു അഡ്വാൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാൻ സാധ്യതയില്ല. ട്രാൻസാക്ഷൻസ് ഇതിൽ കംപ്ലീറ്റ് ആവുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്ന 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനിയും ചെയ്യാണ്ട്, ബട്ട് അഡ്വാൻസ് ലെവലുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഡീൽ ചെയ്യും കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ അവർ പറയുന്നതിലേക്ക് നേരെ ജമ്പ് ചെയ്യാം. ഫർദർ എന്ത് ചെയ്യുക, ഡിസ്കഷന് മുമ്പ് നേരെ ക്വസ്റ്റ്യനിലേക്ക് ജമ്പ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് എന്ത് ചെയ്യാം, വായിച്ച് നോക്കാം, സൊല്യൂഷൻ ചെയ്യാം. ഓക്കെ അല്ലേ? Question data X Limited provides the following information: sales 24,000 units, selling price 200 per units, PVR 25%, BEP 50% on sales എന്നുള്ള രീതിയിലാണ് അവർ ഡാറ്റ തന്നിട്ടുള്ളത്. റെസ്പോണ്ടസ് ഓർണോ? അപ്പോൾ സെയിൽസ് ഉണ്ട്, സെല്ലിംഗ് പ്രൈസ് ഉണ്ട്, PVR ഉണ്ട്, BEP ഉണ്ട്, ഇത്രയും കാര്യങ്ങൾ അവർ തന്നിട്ടുണ്ട്. BEP 50% ഓഫ് സെയിൽസ് എന്നാണ് ഇവിടുന്ന് തന്നെ മനസ്സിലാക്കാം. സെയിൽസ് 24,000 യൂണിറ്റ് ആണെങ്കിൽ BEPയുടെ യൂണിറ്റ്സ് അഥവാ BEQ എന്ന് പറയുന്നത് നമുക്കറിയാം 12,000 യൂണിറ്റ്സ് ആണ്. അത് ക്ലൂവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ അല്ലേ? പിന്നെ സെല്ലിംഗ് പ്രൈസ് ഉണ്ട്, അതിന് 25% ആണ് ആര് PVR ഉള്ളത്. ഓക്കെ, ഇത്രയാണ് ഡാറ്റ ഉള്ളത്. ചോദ്യം ഇതാണ്, കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞിട്ട് 1, 2, 3, 4, 5, 6 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് എന്താ കാണാൻ പറയുന്നത്, ഇതിലുള്ള ഫിക്സഡ് കോസ്റ്റ് കണ്ടെത്താൻ. തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചിരുന്നു. ഫിക്സഡ് കോസ്റ്റ് കാണാൻ BEQ അല്ലെങ്കിൽ BES ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാൻ പറ്റും നമ്മൾ പഠിച്ചിരുന്നു. റെസ്പോണ്ടസ് ഓർണോ? BEQ വെച്ചും ചെയ്യാം, BES വെച്ചും ചെയ്യാം. നമുക്ക് ചെയ്തുകൂടെ റെസ്പോണ്ടസ് ഓർണോ? ഓക്കെ അല്ലേ മക്കളെ? BES വെച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് ചെയ്തത്, അതേപോലെ തന്നെ ഇവിടെയും ചെയ്യാം. എന്തായിരുന്നു അതിൻ്റെ ഇക്വേഷൻ ഉണ്ടായിരുന്നത്? ഓക്കെ, BESൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? BES ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ബൈ PVR എന്നല്ലേ? ഫിക്സഡ് കോസ്റ്റ് ബൈ PVR എന്നല്ലേ? ഇതിൽ നിന്ന് നമ്മൾ ഫിക്സഡ് കോസ്റ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നില്ലേ? എന്താണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്? ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു BES ഇൻറ്റു PVR. ഓക്കെ അല്ലേ? ഇവിടെ BEQ ആണ്. ഇപ്പോൾ BEQലും ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് നേരെ എന്ത് ചെയ്യാം, BESൽ അറിയുന്ന ഇക്വേഷനിലേക്ക് പോകാം. മറ്റേത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരിക? ഫിക്സഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു BES ഇൻറ്റു PVR. therefore BES വേണ്ടേ? BES നമുക്കറിയാം BEQ ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് അടിച്ചാൽ പോരെ? യെസ്, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു തന്നിരുന്നു. BEQ എത്രയാണ്? 12,000 ഇൻറ്റു 200. 12,000 ഇൻറ്റു 200 യു വിൽ ഗെറ്റ് 24 lakh. am I right? 24 lakh അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ 24 lakh ആണ് വരിക. അപ്പോൾ BES കിട്ടി. therefore ഫിക്സഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു 24 lakh ഇൻറ്റു 25%. 24 lakh ഇൻറ്റു 25% ഇസ് ഈക്വൽ ടു വരും 6 lakh വരും. ഓക്കെ മക്കളെ, ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. 24 lakh. ഇത് എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ബേസിക് ആയിട്ടുള്ള രൂപം. ഇതാണ് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. മറ്റതും ചെയ്യാട്ടോ. ഇനിയിപ്പോൾ ഒരു ക്വസ്റ്റ്യനിലെ സെല്ലിംഗ് പ്രൈസ് ഇല്ല സാറേ, അപ്പോൾ ഞങ്ങളെങ്ങനെ കാണും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെല്ലിംഗ് പ്രൈസ് ഇല്ലെങ്കിൽ വേറെ ഡാറ്റ അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ അല്ലെങ്കിൽ നമുക്കുള്ള BES കാണാൻ പറ്റുന്നില്ല, എനിക്ക് മറ്റേതിൽ തന്നെ കാണണം എന്ന് വാശി പിടിക്കണം ഒരാളെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ എറേസ് ചെയ്ത് കളയും കേട്ടോ. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് കൊണ്ടാണത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ എങ്ങനെയാണ് സാധാരണ BEQൻ്റെ ഇക്വേഷൻ? BEQ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് അല്ലേ? യെസ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? BEQ ഇൻറ്റു കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ചെയ്താൽ മതി. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ അത് വേറെ വ്യത്യാസം എന്തെങ്കിലും അല്ലെങ്കിൽ ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടാവും? ഇല്ല, ജസ്റ്റ് അതൊന്ന് ചെയ്താൽ മതി. ക്ലിയർ ആണോ മക്കളെ? യെസ്. ഓക്കെ, ഗുഡ്. അപ്പോൾ അതാണ് അത് വരിക. നെക്സ്റ്റ്, അപ്പോൾ ഈ ഇക്വേഷൻ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുമ്പോൾ BEക്ക് ഇവിടെ 12,000 ആണ്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 200ൻ്റെ 25% എടുത്താൽ മതി. ₹50 വരും. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്താൽ 6 lakh വരും. ഓക്കെ അല്ലേ? 12,000 ഇൻറ്റു 50 എത്ര ഉണ്ടാവും? 6 lakh. സെയിം ആൻസർ ആണ് കിട്ടുക. ഓക്കെ അല്ലേ? അപ്പോൾ ഈ രീതിയിലും ചെയ്യാം. ഓക്കെ അല്ലേ? ഞാനത് റേസ് ചെയ്ത് കളയുന്നുണ്ട്. വേണമെങ്കിൽ ഇക്വേഷൻ വേണമെങ്കിൽ കോപ്പി ചെയ്ത് വെച്ചോ. ഓക്കെ, ഞാനത് റേസ് ചെയ്ത് കളയുന്നുണ്ട്, കാരണം നമുക്ക് സമയമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു രൂപം. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യുക, അതിൻ്റെ ബേസിക് ആയുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, കാൽക്കുലേഷൻ എന്ന് പറയുന്നത്, ഫിക്സഡ് കോസ്റ്റ് കാണാനുള്ള. ഓക്കെ അല്ലേ? നെക്സ്റ്റ്
പ്രോഫിറ്റ് ആണ് ചോദിച്ചത്. നമുക്ക് പ്രോഫിറ്റ് കാണണ്ടേ? യെസ്, പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ എന്താ സാറേ? പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ ചെയ്താൽ മതി. ഓക്കെ സാർ. അപ്പോൾ സെയിൽസ് അവിടെ ഉണ്ടോ? സെയിൽസ് അവിടെ ഉണ്ട്. എത്രയാണ്? 24 lakh ഇൻറ്റു 200 ആണ്, വിച്ച് മീൻസ് 48 lakh ഉണ്ടായിരിക്കും. സെയിൽസ് 48 lakh ആണ് ഉണ്ടാവുക. 48 lakh ഇൻറ്റു 25% അടിക്കുക, യു വിൽ ഗെറ്റ് 12 lakh. എത്ര വരും? കോൺട്രിബ്യൂഷൻ 12 lakh വരും. കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കട്ടെ. ഓക്കെ അല്ലേ? ദെർഫോർ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 12 lakh മൈനസ് ഫിക്സഡ് കോസ്റ്റ് ഓൾറെഡി മുകളിൽ കണ്ടു 6 lakh ആണ്. ദെർഫോർ എത്ര ഉണ്ടാവും? 6 lakh ആണ് പ്രോഫിറ്റ് ഉണ്ടാവുക. പ്രോബ്ലം നമ്പർ ബി. ഓക്കെ അല്ലേ? ബി ഓക്കെ അല്ലേ? എ കംപ്ലീറ്റ് ആക്കി, ബി കംപ്ലീറ്റ് ആക്കി. ഓക്കെ അല്ലേ? ബാക്കി സ്പേസ് ഉണ്ട്. ഓക്കെ, ഉള്ളത് വെച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണുള്ളത്. എയും ബിയും നമ്മൾ ചെയ്തു. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഒരു പ്രശ്നമില്ല, കാരണം ബേസിക് ആയ 2 കാൽക്കുലേഷൻസ് ആണ്. നെക്സ്റ്റ്, യൂണിറ്റ്സ് ടു ബി സോൾഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹11 lakh ഇൻ എ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈർഡ് സെയിൽസ് അല്ലേ? ഡിസൈർഡ് സെയിൽസ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് 11 lakh അല്ലേ പറയുന്നത്. അപ്പോൾ ആ ഡിസയർ ചെയ്ത പ്രോഫിറ്റ് അല്ലെങ്കിൽ ഡിസയർ ചെയ്ത എന്ത് ചെയ്യുക, എമൗണ്ട് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഉള്ള സെയിൽസ് കാണണം, അതിൻ്റെ യൂണിറ്റ്സ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. എപ്പോഴും എന്ത് ചെയ്യുക, നമുക്കിവിടെ PVR അവൈലബിൾ ആവുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, യൂണിറ്റ്സ് നേരെ കാണുന്നതിന് പകരം വാല്യൂ കണ്ടിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക, നമ്പർ ഓഫ് സെല്ലിംഗ് പ്രൈസായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് യൂണിറ്റ്സ് കിട്ടും. അങ്ങനെ ചെയ്യുന്നതാണ്. കാൽക്കുലേഷൻ്റെ ടൈമിങ്ങിന് എളുപ്പം മറ്റു രീതിയിലും ചെയ്യാം കേട്ടോ. ഓക്കെ, അല്ലാതെ ചെയ്തിട്ടും പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമുക്ക് കാൽക്കുലേഷൻ്റെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നു. അല്ലെങ്കിൽ നേരെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ചെയ്താലും നോ പ്രോബ്ലം. റെസ്പോണ്ട് എസ് ഓർ നോ. അപ്പോൾ നമ്മൾ 50 ഓൾറെഡി കണ്ടിട്ടുണ്ട്, അത് വെച്ച് ചെയ്താലും മതി. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ സിയിൽ പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? 2 ഇക്വേഷൻസ് യൂസ് ചെയ്യാം. യൂണിറ്റ്സ് ആണ് കാണേണ്ടത്. അപ്പോൾ ഡിസൈർഡ് സെയിൽസിൻ്റെ ഫസ്റ്റ് വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഡിസൈർഡ് സെയിൽസ് ഇൻ വാല്യൂ is equal to fixed cost plus desired profit divided by PVR ചെയ്യാം, ഓർ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കഴിഞ്ഞാൽ നേരെ ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? അത്രേ ഉള്ളൂ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് രണ്ടും യൂസ് ചെയ്യാം. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ക്ലിയർ അല്ലേ? അണ്ടർസ്റ്റാൻഡബിൾ ആണോ? ഓക്കെ, ഗുഡ്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, ഇതിൽ പ്രോബ്ലം ഒന്നുമില്ല. ഡിസൈർഡ് സെയിൽസ് ഇൻ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാരണം ഫിക്സഡ് കോസ്റ്റ് ഓൾറെഡി അറിയാം 6 lakh ആണ്. ഡിസൈർഡ് പ്രോഫിറ്റ് നമുക്കറിയാം എത്രയാണ്? 6 lakh ആണ്. സോറി, ഡിസൈർഡ് പ്രോഫിറ്റ് 6 lakh അല്ല 11 lakh ആണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ PVR പറയാം 25%. ഓക്കെ അല്ലേ? കാൽക്കുലേറ്റർ എടുക്കാവുന്ന അടിച്ചു നോക്കി എത്ര വരിക? ഇസ് ഈക്വൽ ടു 68 lakhs വരും അല്ലേ? 68 lakh rupees വരും. 68 lakh rupees ആണ് മൊത്തം വരിക. നമുക്ക് റുപ്പീസിൽ, യൂണിറ്റ്സിൽ അവർ ചോദിച്ചില്ല. യൂണിറ്റ്സിൽ എങ്ങനെ യൂണിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം? ഡിസൈർഡ് സെയിൽസ് ഇൻ യൂണിറ്റ്സ് ഈക്വൽ ടു 68 lakh ഡിവൈഡഡ് ബൈ 200. സെല്ലിംഗ് പ്രൈസ് ഡിവൈഡ് ചെയ്യുക, യു വിൽ ഗെറ്റ് 34,000 യൂണിറ്റ്സ്. ഓക്കെ അല്ലേ? യെസ്, PVR ഉണ്ടാകുമ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ഓക്കെ അല്ലേ? ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. തേർഡ് ക്വസ്റ്റ്യൻ്റെ ഇക്വേഷൻ ആൻഡ് സൊല്യൂഷൻ. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. നേരെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ആൻസർ എന്ത് ചെയ്യും? 34,000 കിട്ടും. ഓക്കെ അല്ലേ? നോ പ്രോബ്ലം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് PVR ഉള്ള സമയത്ത് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് മനസ്സിലാക്കാം. അത് വെച്ച് ചെയ്താലും നോ പ്രോബ്ലം, ഇത് വെച്ച് ചെയ്താലും നോ പ്രോബ്ലം. നമ്മൾ എന്ത് ചെയ്യുക? നേരെ 50 വെച്ച് ചെയ്താലും നോ പ്രോബ്ലം. ഞാനിങ്ങനെ ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. തിരിച്ചും മറിച്ചും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നം ഉണ്ടാവും ഇല്ല. അടുത്ത ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യട്ടെ. യു വിൽ ഗെറ്റ് അനദർ നോട്ട്സ് എടുത്തു. ഓക്കെ, അടുത്ത നമ്മുടെ ചോദ്യം ഒന്നും കൂടി നമുക്ക് നോക്കാം. യൂണിറ്റ്സ് ടു ബി സോൾഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് 20% ഓൺ സെയിൽസ്. ഇവിടെയാണ് രസം. ഓക്കെ അല്ലേ? ഇതൊരു എക്സാമിന് വന്ന ഒരു നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ഒരു ട്രാൻസാക്ഷൻ. അപ്പോൾ അവർ പറയുന്നത് ഈ സെയിം സാധനം ഡിസൈർഡ് സെയിൽസ് ഇൻ യൂണിറ്റ്സ് കാണണം. എന്തിനു വേണ്ടിയിട്ടാണ്? സെയിൽസിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക? 20%. ഏത് സെയിൽസിന് മുകളിൽ നമ്മൾ എത്രയാണോ സെയിൽ ചെയ്യുന്നത് അതിന് മുകളിൽ എത്ര പ്രോഫിറ്റ് വേണം കമ്പനിയിൽ? 20% വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര യൂണിറ്റ് എന്ത് ചെയ്യണം? സെല്ല് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഈ ചോദ്യം ഒന്ന് അഡ്രസ്സ് ചെയ്താലോ? ഷാൽ വി ഡു ഇറ്റ്? മക്കളെ പറയടാ. യെസ്, അപ്പോൾ ഇത് സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ ഒരു പറയുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഡിസൈർഡ് സെയിൽസ് എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട്. ഡിസൈർഡ് സെയിൽസ് ഇസ് ഈക്വൽ ടു എങ്ങനെയാണ്? 20% ഓൺ സെയിൽസ് ആണ് പറയുന്നത്. ഓക്കെ, സോറി, ഡിസൈർഡ് സെയിൽസ് അല്ല, ഡിസൈർഡ് പ്രോഫിറ്റ് അവർ പറയുന്നുണ്ട്. 20% ഓൺ സെയിൽസ് ആണ്. അപ്പോൾ നമ്മുടെ ഡിസൈർഡ് സെയിൽസിൻ്റെ ഇക്വേഷൻ എന്താ? ഡിസൈർഡ് സെയിൽസ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PVR. ഓക്കെ, ഡിസൈർഡ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഡിസൈർഡ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ PVR എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഇല്ല, നമുക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ, നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. യെസ്, വി നോ ഇറ്റ്, ദർ ഇസ് നോ കൺഫ്യൂഷൻ. ഓക്കെ, ഇനി നമ്മൾ നോക്കുമ്പോൾ ഇവർ പറയുന്നത് ഡിസൈർഡ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് ആണോ പെർസെൻറ്റേജ് ആണോ? പെർസെൻറ്റേജ് ആണ്. പെർസെൻറ്റേജ് ഓൺ സെയിൽസ് ആണ്. ഏത് സെയിൽസ്? സെയിൽസ് നമ്മൾ കയ്യിലുള്ള കറൻ്റ്ലി സെയിൽസ് ആണോ? അല്ല, അതല്ല ഒരു ഉദ്ദേശം. നമ്മൾ കാണുന്ന സെയിൽസിൻ്റെ മുകളിൽ 20%. ഓക്കെ അല്ലേ? യൂണിറ്റ്സ് ടു ബി സോൾഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് 20% ഓൺ സെയിൽസ്. അതായത് നമ്മൾ എത്രയാണോ സെയിൽ ചെയ്യുന്നത് ആ സെയിൽസ്, അല്ലാതെ നോട്ട് കറണ്ട് സെയിൽസ്. ഒരിക്കലും അങ്ങനെ റീഡ് ചെയ്യരുത്, ദാറ്റ് ഈസ് റാങ്. ഓക്കെ അല്ലേ? ഓൾവേസ് റീഡ് എന്താണ് കറക്റ്റ് വേ. ഓക്കെ അല്ലേ? അപ്പോൾ കറക്റ്റ് വേ എന്താണ് റീഡ് ചെയ്യേണ്ടത്? നമ്മൾ എത്രയാണോ പ്രോഫിറ്റ് ഓൺ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന സെയിൽസ്, നീ ചെയ്യാൻ പോകുന്ന സെയിൽസിൻ്റെ 20% ആണ് വരേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഡിസൈർഡ് സെയിൽസ് അല്ലേ നമ്മൾക്ക് കിട്ടാൻ പോകുന്ന സെയിൽസ്, അത് എത്രയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇതിനെ ബേസിക്കായ രൂപം ഒരു ഇക്വേഷൻ്റെ രൂപത്തിൽ ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ അല്ലേ? ബേസിക്കായ രൂപം മനസ്സിലായാലാണ് ഇക്വേഷൻ്റെ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. നമ്മളതിനെ ക്രിയേറ്റ് ചെയ്ത ഇക്വേഷനാണ്. ഒരു ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺസെപ്ഷ്യൽ ആയിട്ടുള്ള ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ഡിസൈർഡ് സെയിൽസ് അറിയില്ലല്ലോ. അറിയാത്തത് കൊണ്ട് ഡിസൈർഡ് സെയിൽസിനെ ഞാൻ വെറുതെ എക്സ് എന്ന് വിളിക്കുന്നു. വെറുതെ എക്സ് കൊണ്ട് പേടിക്കൊന്നും വേണ്ട. എക്സ് നമുക്ക് സാധാരണ പേടിയൊക്കെയാണ്, പക്ഷേ ഇവിടെ പേടിക്കേണ്ട. എക്സ് അവിടെ ഇരുന്നോട്ടെ, വെറുതെ ഒരു ലുക്കിന് അവിടെ ഇരുന്നോട്ടെ. എക്സ് എന്ന് വിളിക്കാം. ഇസ് ഈക്വൽ ടു എങ്ങനെ? ഫിക്സഡ് കോസ്റ്റ് 6 lakh ആണ്, പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ് പറഞ്ഞാൽ എക്സിൻ്റെ മുകളിൽ 20% അല്ലേ. അപ്പോൾ 20% ഓൺ ഒരു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ൻ്റെ 20% അടിച്ചാൽ മതി കാൽക്കുലേറ്ററിൽ. ഇതൊക്കെ അറിയുന്നുണ്ടായിരിക്കും. അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? അങ്ങനെ ചെയ്യേണ്ടത് നമ്മളെങ്ങനെ ചെയ്യുക? എത്രയാണോ എന്ത് ചെയ്യുക വാല്യൂ എക്സിൻ്റെ, ഒരു എക്സ് ആണെങ്കിൽ ഒരു എക്സ്, 2x ആണ് 2x, അതിൻ്റെ മുകളിൽ പെർസെൻറ്റേജ് അടിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേറ്ററിൽ 1 or 2 അടിച്ചാൽ. ഇവിടെ ആകെ ഒരു എക്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ 1ൻ്റെ കാൽക്കുലേറ്ററിൽ 1 അടിക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ പെർസെൻറ്റേജ് അടിക്കുക. അപ്പോൾ എത്രയാണ്? 1ൻ്റെ 20% 0.2x ഡിവൈഡഡ് ബൈ PVR. ഡിവൈഡഡ് ബൈ PVR എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്നുള്ളതാണ് പറയുക. പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്താണ്? പ്രോഫിറ്റ് വോളിയം റേഷ്യോ എത്രയാണ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ? 25%. ഓക്കെ, 25%നെ 25% തന്നെ ഇതാണ്. നിങ്ങൾ കൺഫ്യൂഷൻ വേണ്ട. 25%. ഈ പെർസെൻറ്റേജിനെ നമ്മളെപ്പോഴും ഡെസിമൽ എഴുതുമ്പോൾ 0.25 അല്ലെങ്കിൽ 100 ഡിവൈഡ് ചെയ്തിട്ടാണ് ഇത് കേട്ടോ. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞു തന്നോളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് 25%. അപ്പോൾ ഇതാണ് വാല്യൂ ഉണ്ടാവും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? സെയിൽസ്, ഡിസൈർഡ് സെയിൽസ് കാണണ്ടേ, വിച്ച് മീൻസ് അത് എക്സ് അല്ലേ. അപ്പോൾ എക്സ് കണ്ടാലേ നമുക്ക് അതിൻ്റെ യൂണിറ്റ്സ് കാണാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ അതെങ്ങനെ കാണാം സാറേ? ഡിവൈഡ് ചെയ്യാനുള്ള നമ്മൾ ഈ 25% ഇങ്ങോട്ട് കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യാനാവില്ലേ. അപ്പോൾ എക്സ് ഇൻറ്റു 25%, കാൽക്കുലേറ്ററിൽ 1 × 25% അടിച്ച് കഴിഞ്ഞാൽ 0.25x എന്നുള്ള രീതിയിൽ വരും. 0.25x is equal to 6 lakh plus 0.2x എന്നായി മാറും. 6 lakh plus 0.2x എന്നുള്ള രീതിയിലായി മാറും. ഇതിൽ എക്സിനൊക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. എക്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സ് പോലെയുള്ള വേരിയബിൾസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ വേരിയബിളിനെയൊക്കെ ഒരു ഭാഗത്തേക്കും എമൗണ്ട്സിന് മറ്റൊരു ഭാഗത്തേക്കും കൊണ്ടുവന്നാൽ സിംഗിൾ എന്ത് ചെയ്യുക ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ പ്ലസ് 2x എന്നുള്ള ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് ആയി മാറും. അപ്പോൾ 0.25x മൈനസ് 0.2x ഇസ് ഈക്വൽ ടു 6 lakh. ഓക്കെ, ഇസ് ഈക്വൽ ടു 0.05x. 0.05x ഇസ് ഈക്വൽ ടു 6 lakh. 0.05x is equal to 6 lakh ഉണ്ടാവുക. ഓക്കെ ഓക്കെ, നമുക്ക് കറക്റ്റ് yes 0.05x is equal to 6 lakh ആണ് ഉണ്ടാവുക. therefore എക്സ് കാണണം. ഇവിടെയുള്ള എക്സിനെ മാത്രം നിർത്തുക, 0.05 അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ എക്സ് മാത്രമായി 0.05 ഇൻറ്റു ആണുള്ളത്, അങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷനായി മാറും. 6 lakh ഡിവൈഡ് ബൈ 0.05 ഒന്ന് കാൽക്കുലേറ്റർ അടിച്ചോടാ. സീക്വൽ ടു എത്ര വന്ന് 120 lakhs. 120 lakhs എന്ന് പറയുമ്പോൾ 1 crore 20 lakhs ആണ്. നമുക്കതിൻ്റെ യൂണിറ്റ്സ് വേണ്ട. അപ്പോൾ 200 ഡിവൈഡ് ചെയ്യണം. 200 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആദ്യം ഒന്ന് എഴുതി വെക്കാം. ഡിസൈർഡ് സെയിൽസ് ഇൻ വാല്യൂ ഇസ് ഈക്വൽ ടു 120 lakh. ഡിസൈർഡ് സെയിൽസ് ഇൻ യൂണിറ്റ്സ് ഇസ് ഈക്വൽ ടു ഡിവൈഡ് ചെയ്ത് നോക്കി. ഡിവൈഡ് ബൈ 200 അടിച്ച് കഴിഞ്ഞാൽ 60,000 വരും. 60,000 യൂണിറ്റ്സ് വരും. ഓക്കെ അല്ലേ? 60,000 യൂണിറ്റ്സ്. ഒരു ചോദിച്ച ആൻസർ കിട്ടിയില്ലേ മക്കളെ? ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഗുഡ്. ഓക്കെ, സെറ്റല്ലേ പറ. ഓക്കെ ഇനി ഇതാണ് നമ്മളെ ബേസിക് വേ. ഇതിൽ നിന്നൊരു ഇക്വേഷൻ ഉണ്ട് എന്നല്ലേ ഞാൻ പറഞ്ഞത്. ഏതാണ് സാർ ആ ഇക്വേഷൻ എന്നുള്ള ചോദ്യം വരും. ആ ഇക്വേഷൻ ഒന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്താലോ അല്ലെങ്കിൽ ആ ഇക്വേഷൻ ഒന്ന് എഴുതി വെച്ചാലോ. എന്താണ് ഇക്വേഷൻ? ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ. ഇത് രണ്ടിനും ഞാൻ യൂണിറ്റ്സ് കാണാനുള്ള ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. ബേസിക്കായിട്ട് നേരെ PV റേഷ്യോ വെച്ച് കാണാനുള്ളതും ചെയ്യാം. രണ്ട് രീതിയിലും ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, 1 second.
ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. ഫസ്റ്റത്തെ ഇക്വേഷൻ ഡിസൈർഡ് സെയിൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു ഇക്വേഷനാണ് കേട്ടോ. അതിൻ്റെ കോൺസെപ്റ്റും പറഞ്ഞുതരാം, വെറുതെ അല്ല. അപ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻ വരിക? ഡിസൈർഡ് സെയിൽസ് ഇൻ കേസ് ഓഫ് എന്ത് ചെയ്യുക, എന്താ അറിയുന്നെങ്കിൽ നമ്മളിങ്ങനെ എഴുതാം, വെൻ ദർ ഈസ് percentage of profit on sales available, ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ്. അപ്പോൾ അതങ്ങനെ തന്നെ എഴുതി വെക്കണം. ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യാം, താഴെ കാണിക്കാം. ഡിസൈർഡ് സെയിൽസ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PVR മൈനസ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെയിൽസ്. ഇതാണ് ഇക്വേഷൻ വരിക. ഇതാണ് ഇക്വേഷൻ. ഡിസൈർഡ് സെയിൽസ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PVR മൈനസ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെയിൽസ്. ഓക്കെ അല്ലേ? യെസ്. ഇതെന്താണ് ഇക്വേഷൻ, ഇതെങ്ങനെ ചെയ്താൽ കിട്ടും? ആദ്യം ഇത് പറഞ്ഞൊരു ഇക്വേഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഇത് സത്യമാണോ എന്ന് അറിയാൻ നമ്മളിപ്പോൾ ചെയ്ത ആൻസർ ഇതിൽ നിന്ന് കിട്ടണ്ടേ? യെസ് സാർ, അങ്ങനെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇക്വേഷൻ വരിക? ഡിസൈർഡ് സെയിൽസ് എന്ന ആൻസർ എങ്ങനെ വരിക? 6 lakh ഡിവൈഡ് ബൈ 25% ആണ് PVR വരിക, മൈനസ് എത്ര ശതമാനമാണ് പ്രോഫിറ്റ്? 5%. ഓക്കെ, സോറി, പ്രോഫിറ്റ് എത്ര? 20%. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ വരിക? 6 lakh ഡിവൈഡഡ് ബൈ 25 മൈനസ് 20 ഈസ് ഈക്വൽ ടു 5 അല്ലേ വരിക? 5% അല്ലേ വരിക? റെസ്പോണ്ടൻസ് 2% ആണ്. അപ്പോൾ 5%, 6 lakh ഡിവൈഡ് ബൈ 5%, കാൽക്കുലേറ്റർ അടിച്ച് നോക്കി, യു വിൽ ഗെറ്റ് 120 lakhs ഓർ 60,000 യൂണിറ്റ്സ്. സെയിം ആൻസർ അല്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഒരൊറ്റ സെക്കൻഡ് എക്സും വൈയും സെഡും ഒന്നും ചെയ്യേണ്ട, ഒറ്റ സെക്കൻഡോട് നമുക്ക് ഈ ആൻസർ കിട്ടില്ലേ? യെസ്, പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് ക്വസ്റ്റ്യനിൽ വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ അല്ലേ? യെസ്, ഗുഡ്. ഇതാണ് നമുക്കുള്ള ഒന്നാമത്തെ മെത്തേഡ്, ഒന്നാമത്തെ രീതി. ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സെയിൽസ് എന്ന് പറയുന്ന നമ്മുടെ ഡിസൈർഡ് സെയിൽസ് എന്ന് പറയുന്ന ഇക്വേഷൻ, അല്ലെങ്കിൽ നമ്മുടെ സെയിൽസ് എന്ന് പറയുന്ന സാധനത്തിൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ PVR എന്ന് പറയുന്നത്. PVR എന്ന് ഈസ് ഈക്വൽ ടു എന്താ വരിക? കോൺട്രിബ്യൂഷനാണ്. ഈസ് ഈക്വൽ ടു അതിൻ്റെ ഉള്ളിൽ രണ്ട് കാര്യങ്ങളുണ്ട്, ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും ഉണ്ട്. ഓക്കെ അല്ലേ മക്കളെ? ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്. എന്ത്? PVR എന്ന് പറയുന്ന നമ്മുടെ ഇക്വേഷൻ്റെ ഉള്ളിൽ അല്ലേടാ മക്കളെ? PVR ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ പ്ലസ് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് അല്ലേ? കോൺട്രിബ്യൂഷൻ്റെ പെർസെൻറ്റേജ് എന്നാ പറയാം. അതായത് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്നുള്ള സംഭവം അല്ലേ? അപ്പോൾ അതിൻ്റെ കോൺട്രിബ്യൂഷൻ്റെ പെർസെൻറ്റേജ് ആണെങ്കിൽ, അപ്പോൾ ഈ സംഭവം PVRൽ നിന്ന് ഞാൻ എന്ത് കുറക്കുന്നു? പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കുറച്ച് കഴിഞ്ഞാൽ അവിടെ ബാക്കി വരിക എന്തിൻ്റെ പെർസെൻറ്റേജ് ആണ്? ഫിക്സഡ് കോസ്റ്റിൻ്റെ പെർസെൻറ്റേജ് ആണ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത പ്രകാരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 25% മൊത്തം കോൺട്രിബ്യൂഷൻ, അതിൽ 20% പ്രോഫിറ്റ് ആണെങ്കിൽ ബാക്കി 5% ആര്? ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ 5% ഫിക്സഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു 6 ലക്ഷമാണ്. അങ്ങനെയാണെങ്കിൽ സെയിൽസ് അല്ലേ 100%, അത് 100%ലേക്ക് കൺവേർട്ട് ചെയ്താൽ പോലെ 6 lakh ഡിവൈഡ് ബൈ 5% ചെയ്യുമ്പോൾ നിങ്ങളവിടെ ചെയ്യുന്നത് എന്താണ്? 6 lakh ഡിവൈഡ് ബൈ 5 × 100 എന്നുള്ള കാൽക്കുലേഷനാണ്, ബേസിക് മാത്സ് ആണ്. അപ്പോൾ ആ രീതിയിൽ റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെയിൽസ് കിട്ടും. ഇതാണ് അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്, മാത്തമാറ്റിക്കലായിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ആണെന്ന് വിചാരിക്കുന്നു. അതിൽ ഫർദർ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് പേഴ്സണലായി ചോദിച്ചാൽ മതി. അപ്പോൾ ഞാൻ കുറേ പേർക്ക് കൺഫ്യൂസ് ആവേണ്ട വെച്ചിട്ടാണ് ഒരുപാട് കാര്യം പറയാത്തത് അതിൽ. പക്ഷേ ഇതാണ് അതിൻ്റെ ബേസിക് ആയ രൂപം. കാരണം ഒന്നും കൂടി പറയാം, കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും ആണ്. അപ്പോൾ അതേപോലെ PVR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ രണ്ടാക്കി പറയാം, ഫിക്സഡ് കോസ്റ്റിൻ്റെ പെർസെൻറ്റേജും പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജുമാണ്. PVR നമുക്ക് 25% തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് 20% തന്നിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് ഫിഗർ 5% ഫിക്സഡ് കോസ്റ്റിൻ്റെ പെർസെൻറ്റേജ്. ഓക്കെ അല്ലേ? സെയിൽസിൻ്റെ 5% എന്ന് പറയുന്നത് 6 ലക്ഷം നമുക്കറിയാം. എങ്കിൽ 100% കാണാൻ എന്താണ്? 6 lakh ഡിവൈഡ് ബൈ 5 × 100 അല്ലെങ്കിൽ ഡിവൈഡ് ബൈ 5% അടിച്ചാൽ നമുക്ക് കിട്ടും. ഇതൊക്കെ ബേസ് കാൽക്കുലേഷൻ സമയത്ത് നമ്മൾ പറഞ്ഞതാണ് ഒരുപാട് തവണ. യെസ് ഓർ നോ? യെസ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്താൽ എന്ത് ചെയ്യും? ആൻസർ കിട്ടും. അപ്പോൾ അതാണ് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള മോട്ടീവ്. ഓക്കെ അല്ലേ? ഒന്നാമത്തെ മോട്ടീവ്. അപ്പോൾ വേറെ രീതിയിൽ അതാണ് അതിൻ്റെ ഒന്നാമത്തെ രീതിയിലെ കാൽക്കുലേഷൻ. വേറെ രീതിയിൽ അത് ചെയ്യാൻ പറ്റുമോ സാറേ എന്നുള്ള ചോദ്യമുണ്ട്. യൂണിറ്റ്സിലേക്ക് നേരെ കണ്ടെത്താൻ പറ്റും. യൂണിറ്റ്സ് നേരെ കണ്ടെത്താനുള്ള ഇക്വേഷൻ ഉണ്ട്. എന്താ ഇക്വേഷൻ? ഡിസൈർഡ് സെയിൽസ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് അല്ലേ അവിടെ വരും. അപ്പോൾ ഇവിടെ ഉള്ള ഇക്വേഷൻ വരിക ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ, ഞാൻ ഇക്വേഷൻ മാത്രം പഠിപ്പിക്കുന്നത്, എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയാം. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് മൈനസ് പ്രോഫിറ്റ് പെർ യൂണിറ്റ്. ഓക്കെ, ഇക്വേഷൻ എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് മൈനസ് പ്രോഫിറ്റ് പെർ യൂണിറ്റ്. ഓക്കെ അല്ലേ? വൺ സെക്കൻഡ് ശരിഞ്ഞു പോയി. ഓക്കെ.
അപ്പോൾ എങ്ങനെ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് എന്നുള്ളതാണ് ഇക്വേഷൻ വരിക. നമുക്ക് നോക്കാം അങ്ങനെ ചെയ്താൽ കിട്ടുന്നുണ്ടോ നോക്കാം, ചെക്ക് ചെയ്യാം. ആദ്യം അതെന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. ഇക്വേഷൻ്റെ വെരിഫിക്കേഷൻ. ഡിസൈർഡ് സെയിൽസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്, 6 lakh ആണ്, ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എങ്ങനെ കാണാം, 200 രൂപയാണ് നമ്മുടെ സെയിൽസ്. അതിൻ്റെ മുകളിൽ 25% ആണ് PVR. ഇറ്റ് ഈസ് ഈക്വൽ ടു 50 ആണ് വരുന്നത്. അല്ലേടാ 50 അല്ലേ, കാൽക്കുലേറ്റർ അടിച്ച് നോക്ക്. ഓക്കെ, S50 ആണ്. മൈനസ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ആണെങ്കിൽ 200ൻ്റെ എത്ര ശതമാനം പ്രോഫിറ്റ് പറയുന്നത്, സെല്ലിംഗ് പ്രൈസിൻ്റെ എത്ര ശതമാനം പ്രോഫിറ്റ്, 20% അല്ലേ? യെസ്, 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ആണ് വരിക. ഓക്കെ അല്ലേ, 40 ആണ് വരിക. ദെർഫോർ 6 lakh ഡിവൈഡ് ബൈ 10 ആണ് വരിക. ഇസ് ഈക്വൽ ടു 60,000 യൂണിറ്റ്സ് വരും. ക്ലിയർ അല്ലേ? വിച്ച് മീൻസ് രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. സെയിം കോൺസെപ്റ്റ് ആയിരുന്നു ഇതിലുണ്ടാവുക. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളെയാണ്, പ്രോഫിറ്റ് പെർ യൂണിറ്റിനെയും ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റിനെയും നമുക്കറിയാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് 10 കിട്ടിക്കഴിഞ്ഞാൽ അത് കോൺട്രിബ്യൂഷൻ 50 ആണ് വരുന്നത്, ഇത് 40 ആണ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്, 10 ആണെന്ന് മനസ്സിലായി. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 6 lakh ആണ്. അപ്പോൾ അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എത്ര യൂണിറ്റ്സ് ഉണ്ടെന്ന് കിട്ടും. ഇതാണ് അതിൻ്റെ ബേസ് കേട്ടോ. ഓക്കെ അല്ലേ? ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ അല്ലേ? ഇങ്ങനെ നമുക്ക് രണ്ട് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇത് എപ്പോഴാണ് അപ്ലിക്കബിൾ ആവുക, ഇത് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിൻ്റെ സമയത്ത് യൂണിറ്റ്സ് കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേരിട്ട് അവരെന്ത് ചെയ്യും, പ്രോഫിറ്റ് പെർ യൂണിറ്റ് തരുന്ന സമയത്തും നമുക്കിത് യൂസ് ചെയ്യാം. റെസ്പോണ്ടസ് ഓൺ വെൻ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ആസ്ക്സ് എന്ത് ചെയ്യുക, നിങ്ങളോട് ടാർഗറ്റഡ് പ്രോഫിറ്റ് കാണാൻ പറയുന്നു, നിങ്ങളോട് ഡിസൈർഡ് പ്രോഫിറ്റ് കാണാൻ പറയുന്നു. എപ്പോൾ, പ്രോഫിറ്റ് പെർ യൂണിറ്റ് എത്രയാകുമ്പോൾ, പ്രോഫിറ്റ് പെർ യൂണിറ്റ് 10 ആകുമ്പോൾ, പ്രോഫിറ്റ് പെർ യൂണിറ്റ് 5 ആകുമ്പോൾ നിങ്ങളോട് ഡിസൈർഡ് സെയിൽസ് കാണാൻ പറയുന്നു, അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും കാൽക്കുലേഷൻ ചെയ്യാൻ പറയുന്നു, ഡിസൈർഡ് സെയിൽസ് കാണാൻ പറയുന്നു, അല്ലെങ്കിൽ അതിൻ്റെ യൂണിറ്റ്സ് കാണാൻ പറയുന്നു, എങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ മക്കളെ? ഇതാണ് രണ്ട് രീതിയിലുള്ള അതിൻ്റെ പ്രസൻറ്റേഷൻ, അല്ലെങ്കിൽ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? അപ്പോൾ പ്രോബ്ലം നമ്പർ D നമ്മൾ കംപ്ലീറ്റ് ആക്കി. യെസ്, ഗുഡ്. D കംപ്ലീറ്റ് ആക്കി. അടുത്തത് E ആണ്. ഓക്കെ, ഇയിലേക്ക് പോവാം. അപ്പോൾ ഇതിൽ കൺഫ്യൂഷൻ കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ മുമ്പും പറഞ്ഞിട്ട് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് ഫ്രീസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കോപ്പി ചെയ്തിട്ടോ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ E.